വിശുദ്ധ റമളാൻ വ്രതത്തിലൂടെയും തറാവീഹ് നിസ്കാരത്തിലൂടെയും ഖുർആൻ പാരായണം, സ്വതക്ക, സക്കാത്തുകളിലൂടെ നാം ആർജിച്ചെടുത്ത ഒരു പ്രകാശമുണ്ട്. തിന്മകളും തെറ്റായ ചിന്തകളും വഴി ഇനി അതിലേക്ക് മടങ്ങിപ്പോകരുത്. ആ പ്രകാശം നാം കാത്തു സൂക്ഷിക്കണം. സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും ചേർന്ന് നിന്ന സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഫലമാണ് ഇന്ന് ലോകം അനുഭവിക്കുന്ന പ്രകാശത്തിൻ്റേത്. യുദ്ധവേളയിൽ മുറിവേറ്റ് ദാഹിച്ച് പരവശനായി കിടക്കുമ്പോൾ തന്നെ തേടിയെത്തുന്ന ദാഹജലം അപ്പുറത്തു നിന്ന് വെള്ളം ചോദിക്കുന്ന സഹോദരന് കൊടുക്കൂ എന്ന് പറഞ്ഞ് അടുത്ത ആൾക്ക് കൈമാറി 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 വീണ്ടും തൻ്റെ അടുത്തേക്ക് ആ വെള്ളം എത്തുമ്പോൾ മരണപ്പെട്ടുപോയ സ്വഹാബികളുടെ ചരിത്രം നമ്മോട് പറയുന്നത് അങ്ങനെ ആ ഒരു സ്നേഹത്തിൻ്റെ വലിയ കഥകളാണ്. ആ സ്വഹാബത്ത് നമുക്ക് വലിയ ഊർജവും പാഠവുമാണ്. മനുഷ്യനിൽ കുടികൊള്ളുന്ന പ്രകാശം അവൻ ചെയ്യുന്ന നന്മകളുടേതാണ്. സഹജീവി സ്നേഹത്തിൻ്റെയും ദാനത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും ഉപകാരങ്ങളുടെയും എല്ലാം നന്മകളാണ്. അത് നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുകയും അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിക്കുകയും വേണം. കാരുണ്യം മനുഷ്യനോടും മറ്റു ജീവികളോടും എല്ലാം ഉണ്ടായിരിക്കണം. വഅലൈക്കും അസ്സലാം. മാഷാ അല്ലാഹ്. സമ്മാനം അല്ലേ? ജാമിഉൽ ഫുതൂഹ് കല്ലും മരങ്ങളും ഇരുമ്പും ഉപയോഗിച്ചുണ്ടാക്കിയ ഒരു കെട്ടിടം തന്നെയാണ്. ഇതിൻ്റെ കലാചാരുത താഴികക്കുടമോ കമാനങ്ങളോ അതിൽ ഉപയോഗിച്ചിട്ടുള്ള മറ്റേതെങ്കിലും തരത്തിലുള്ള ഡിസൈനുകളോ അല്ല, മറിച്ച് ഈ ഒരു കെട്ടിടത്തിന് ജീവനും പ്രകാശവും നൽകിയിട്ടുള്ളത് 5 നേരവും നടക്കുന്ന നൂറുകണക്കിന് മുഅ്മിനീങ്ങൾ പങ്കെടുക്കുന്ന പ്രാർത്ഥനകൾ, ആയിരക്കണക്കിന് ഖത്മുകൾ, റബാത്തുൽ ഖുർആനിലൂടെയും നിരന്തരമായ ഇഅ്തികാഫ്, മസ്ജിദിൻ്റെ ഓരോ തൂണുകൾക്ക് ചുറ്റും നടക്കുന്ന വിവിധ പഠന ക്ലാസ്സുകൾ, ശിബിരങ്ങൾ, അറിവിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ഉള്ളറിവിൻ്റെയും കൂട്ടുചേരലുകൾ, വിവിധ ഭാഷയുടെയും നാടിൻ്റെയും വിവിധ സംസ്കാരത്തിൻ്റെയും തലങ്ങളിൽ നിന്ന് വന്ന ആളുകൾ ഒരു തളികൾക്ക് ചുറ്റും ഒരുമിക്കുന്ന മഹത്തായ കാഴ്ചകൾ, ഇതെല്ലാമാണ് ഒരു കെട്ടിടത്തെ ജീവസുറ്റതാക്കി പ്രകാശിക്കുന്ന ഗോപുരങ്ങളാക്കി മാറ്റുന്നത്. ജാമിഉൽ ഫുതൂഹ് മനോഹരമായ പോലെ ഹൃദയങ്ങളും മനോഹരമാകണം. ഈദ് മുബാറക്. വിശുദ്ധിയുടെ മഹാസന്തോഷങ്ങൾ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്.